നമസ്തേ. അമേ നാരായണ. 1200 പിറക്കുന്നു. കൊല്ലവർഷം അല്ലെങ്കിൽ മലയാള വർഷപ്രകാരം മലയാള മാസങ്ങളുടെ ആ ക്രമത്തിൽ പോകുന്നതിന് കൊല്ലവർഷം എന്നാണ് പറയുക. അപ്പം നമ്മളുടെ മലയാള വർഷം അല്ലെങ്കിൽ കൊല്ലവർഷം ആരംഭിക്കുന്നത് ചിങ്ങം മുതലാണ്. ചിങ്ങം മുതൽ 12 മാസം. ചിങ്ങം, കന്നി, തുലാം, അതായത് ഓരോ രാശിക്കും ഓരോ മാസത്തിനും ഓരോ പേര് വച്ചിരിക്കുന്നത് സൂര്യൻ ഏത് രാശിയിൽ നിൽക്കുന്നോ ആ രാശിയുടെ പേര് അതാണ്. ഇപ്പം ചിങ്ങമാസം എന്ന് പറയുന്നത് ഈ പ്രാവശ്യത്തെ അല്ലാതെ എപ്പോഴും ആഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയാണ് സാധാരണ ചിങ്ങമാസം വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ചിങ്ങം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സൂര്യൻ കന്നി രാശിയിലേക്ക് സംക്രമിക്കും. അപ്പം നമുക്ക് നോക്കാം. 12 രാശികളാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ജ്യോതിശാസ്ത്രവും നമ്മളുടെ കൊല്ലവർഷവും തമ്മിലുള്ള ആ ബന്ധത്തെ ഒന്ന് പറഞ്ഞിട്ട് അതിനെ നമുക്ക് എങ്ങനെ നിത്യജീവിതത്തുമായിട്ട് ബന്ധപ്പെടുത്താവുന്നതാണ്. ഒരു മലയാള വർഷം ആരംഭിക്കുന്നത് ചിങ്ങം 1-ാം തീയതി മുതലാണ്. അപ്പം ചിങ്ങം 1-ാം തീയതി എന്ന് പറയുന്നത് ചിങ്ങം രാശിയിലേക്ക്, അതായത് കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ആ നിമിഷം മുതൽ ശരിക്കുമാണ്. പക്ഷെ ആ ഉദയം മുതൽ സൂര്യൻ രാശിയിൽ നിൽക്കുന്നത് എപ്പോഴാണോ അന്നത്തെ ഉദയം മുതലാണ് നമ്മൾ ധരിക്കുന്നത്. കാരണം 2024 ഓഗസ്റ്റ് 16-ാം തീയതി രാത്രിയിൽ ചിങ്ങൻ രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നുണ്ടെങ്കിലും പ്രഭാതകിരണങ്ങൾ ഏറ്റുവാങ്ങുന്ന സൂര്യൻ്റെ രശ്മികൾ നമുക്ക് ഗോചരമല്ലാത്തതുകൊണ്ട് നമ്മൾ ഉദയം മുതലാണ് കണക്കെടുക്കുന്നത്. അപ്പോൾ സൂര്യൻ ഉദിച്ച് ആ ഉദയം മുതലുള്ള ആ സമയമാണ് നമ്മൾ 2024 ഓഗസ്റ്റ് 17-ാം തീയതിയാണ് ചിങ്ങമാസം ആരംഭിക്കുന്നതായി കണക്കാക്കുന്നത്. അപ്പം അന്ന് സൂര്യൻ്റെ സ്വന്തം ക്ഷേത്രമെന്നാണ് പറയുന്നത്. ചിങ്ങം രാശിയെ സൂര്യൻ്റെ സ്വന്തം ക്ഷേത്രമായിട്ടാണ് കണക്കാക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കന്നിയാണ്. ചിങ്ങമാസത്തിൽ നിന്നും, അതായത് ചിങ്ങം അവസാന ദിവസം, അതായത് സെപ്റ്റംബർ 16-ാം തീയതി മാറുകയാണ്, കന്നിയിലേക്ക് മാറി. അങ്ങനെ കന്നിയിൽ നിന്ന് തുലാം, വൃശ്ചികം, വൃശ്ചികം, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, അങ്ങനെ 12 മാസങ്ങളാണ് കൊല്ലവർഷപ്രകാരം. ഇപ്പം ജനുവരി മുതൽ ഡിസംബർ വരെ എന്നുള്ളത് ക്രിസ്തുവർഷമാണെങ്കിൽ ചിങ്ങം മുതൽ കർക്കിടകം വരെ 12 മാസങ്ങളാണ്. അതിൽ 12 മാസങ്ങൾക്കും ഓരോ 12 രാശിചക്രമുണ്ട്. അതായത് സൂര്യനെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് നമ്മൾ രാശിചക്രം, ഭൂമി എന്ന അതിനെ 2 അർദ്ധഗോളങ്ങളാക്കിയിട്ട് സൂര്യന് ഗോചരമാകുന്ന നമുക്ക് അനുഭവം വരുന്ന സൂര്യൻ്റെ രാശി തുടങ്ങിയിട്ടാണ് നമ്മൾ മാസങ്ങളെ കണക്കാക്കുന്നത്. എന്നാൽ അതിൻ്റെ ഓരോ നക്ഷത്രങ്ങളും ആ സൂര്യൻ ചിങ്ങം രാശിയിൽ വരുമ്പോൾ ഏത് നക്ഷത്രങ്ങൾ ഏത് രാശിയിലാണ് എന്ന് നോക്കണം. അതായത് ചന്ദ്രൻ ഏതൊക്കെ രാശിയിൽ വരുന്നോ ആ രാശിയെ നമ്മൾ കൂറ് എന്ന് പറയും. ചിങ്ങം നിൽക്കുന്ന, അതായത് സൂര്യൻ നിൽക്കുന്ന രാശിക്ക് നമ്മൾ അവിടെ ആ ചിങ്ങത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, അതായത് സൂര്യൻ നിൽക്കുന്ന ആ മാസത്തിൻ്റെ പേര് പറഞ്ഞാണ് നമ്മൾ ആ മാസങ്ങളെ അറിയുന്നത്. അപ്പം ആഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെ സൂര്യൻ ചിങ്ങം രാശിയിൽ നിൽക്കുന്നു. അപ്പം ചിങ്ങമാസം. എന്നാൽ ചിങ്ങം രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ ചന്ദ്രൻ എവിടെയാണോ നിൽക്കുന്നത്, ചന്ദ്രൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സൂര്യനും കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, ചന്ദ്രനെ കണക്കാക്കിയായിട്ട്, അപ്പം അങ്ങനെ സൂര്യനെ കണക്കാക്കി 12 മാസങ്ങൾ, അതുപോലെ ചന്ദ്രനെ കണക്കാക്കി നമ്മൾ 12 കൂറുകളുണ്ട്. ഇപ്പം മേടക്കൂറ്, ഇടവക്കൂറ്, മിഥുനക്കൂറ് എന്ന് പറയും. അപ്പം നമ്മൾ കൂറുകൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങളാണ്. ഓരോ നക്ഷത്രങ്ങളും 4 പാദങ്ങളാണ്. അപ്പം അങ്ങനെ 27 നക്ഷത്രത്തെ 4 പാദങ്ങളായി തിരിച്ചിരിക്കുന്നതുകൊണ്ട് മൊത്തം നമ്മൾ 108 പാദങ്ങൾ എടുക്കുന്നു. 27 നക്ഷത്രത്തിനും ഓരോ നക്ഷത്രത്തിനും 4 പാദങ്ങൾ വീതം 108 പാദങ്ങൾ. ആ 108 പാദങ്ങളെ 12 മാസത്തിനായിട്ട്, അതായത് 12 രാശിക്കായി തിരിക്കുമ്പോൾ ഓരോ രാശിയിലും 9 പാദങ്ങൾ വരുന്നു. അപ്പോൾ
അപ്പോൾ ഒരു നക്ഷത്രം ഒരു 4 പാദമാണ്. അപ്പം മേടൻ രാശിയിൽ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. അശ്വതിയുടെ മുഴുവൻ 4 പാദവും വന്നു, ഭരണിയുടെ 4 പാദം. അപ്പോൾ അശ്വതിയും ഭരണിയും കൂടെ 4 4 8, പിന്നെ കാർത്തികയുടെ ഒന്നും കൂടി എടുത്തു. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക കാൽ എന്ന് പറയുന്നത് മേടൻ രാശിയാണ്. അങ്ങനെയാണ് ചന്ദ്രൻ എപ്പോഴാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ 2024 ഓഗസ്റ്റ് 16 രാത്രി സൂര്യൻ രവി ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ശരിക്കും ധനുരാശിയിലാണ്. ധനുരാശി എന്ന് പറയുന്നത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദമാണ്. അപ്പം ആ പൂരാടത്തിൻ്റെ രാശിയിലാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ പാദത്തിലുമാണ് ശരിക്കും സംക്രമം നടക്കുന്നത്. പുലർച്ചയാകുമ്പോഴേക്കും നമ്മൾ പുരാടം കഴിയുകയാണ്. അപ്പം എന്തായാലും സൂര്യനെ കണക്കാക്കി നമുക്ക് മാസങ്ങളും ചന്ദ്രനെ കണക്കാക്കി രാശികളുമുണ്ട്. നമ്മൾ കേരളീയരെ കൂറിനെ ബേസ് ചെയ്തിട്ടാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. മാസത്തെ കണക്കാക്കിയും പറയും, രാശിയെയും കണക്കാക്കിയും പറയും. ഇപ്പം ഒരു കുട്ടി ജനിച്ചാൽ നമ്മൾ ആ കുട്ടി ഏത് കൂറാണ് എന്ന് പറയും. അപ്പം മേടം മുതൽ മീനം വരെ 12 രാശികൾ അല്ലെങ്കിൽ 12 കൂറുകളുണ്ട്. ചിങ്ങം മുതൽ കർക്കിടകം വരെ 12 മാസങ്ങളുമുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഈ ചിങ്ങമാസം എന്ന് പറയുന്ന ഓരോ മാസത്തിനും ഓരോ പ്രാധാന്യമുണ്ട്. അപ്പം ചിങ്ങമാസത്തിൽ സൂര്യൻ്റെ സ്വന്തം ക്ഷേത്രമാണ്. ആ ചിങ്ങമാസത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പോൾ സൂര്യൻ സ്വന്തം രാശി നിൽക്കുമ്പോൾ ഏറ്റവും പ്രാഗൽഭ്യമുണ്ട്. കാരണം ജ്യോതിശാസ്ത്ര വിധി പ്രകാരം 9 ഗ്രഹങ്ങളിൽ ഏറ്റവും കരുത്തനായ ഗ്രഹം എന്ന് പറയുന്ന സൂര്യൻ നക്ഷത്രമാണെന്നൊക്കെ സയൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പം സൂര്യനാണ്. അപ്പോൾ ഈ സൂര്യൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ എല്ലാവരും 27 നക്ഷത്രക്കാരും 27 നക്ഷത്രമല്ലേ ഉള്ളൂ, എല്ലാവരുടെയും ജനനം ഇതിലേതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും. അപ്പം എല്ലാവരും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ, കാരണം നമ്മളുടെ വർഷം ഏറ്റവും നന്നാവാൻ, ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും നന്നാവാൻ, രോഗാദി ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, സാമ്പത്തികം മെച്ചപ്പെടാൻ, കുടുംബം മെച്ചപ്പെടാൻ, ദാമ്പത്യ ജീവിതം മെച്ചപ്പെടാൻ, സന്തതികൾക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാവാൻ, ബിസിനസ് രക്ഷപ്പെടാൻ, അങ്ങനെ എല്ലാത്തിൻ്റെയും കേന്ദ്രം സൂര്യനായതുകൊണ്ട് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും മുഖ്യസ്ഥാനം, രാശിചക്രത്തിൽ ഏറ്റവും മുഖ്യസ്ഥാനം സൂര്യനായതുകൊണ്ട് സൂര്യൻ സ്വന്തം നക്ഷത്രത്തിൽ വരുന്ന ആഗസ്റ്റ് 17 മുതൽ 2024 സെപ്റ്റംബർ 16 വരെയുള്ള ആ 31 ദിവസം എല്ലാവരും സൂര്യനെ പ്രാർത്ഥിക്കുക. സൂര്യൻ്റെ കാരകത്വം എന്ന് പറയുന്നത് ശിവഭഗവാനാണ്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഈ ചിങ്ങമാസം എല്ലാവരും ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. ചിങ്ങം 1-ാം തീയതി എന്ന് പറയുന്നത് തന്നെ ശനിയാഴ്ചയാണ്. ശിവന് പ്രാധാന്യമുണ്ട്. ജലധാര ക്ഷേത്രങ്ങളിൽ പോകുന്നവരൊക്കെ ശിവന് ജലധാര കഴിക്കുന്നത് നല്ലതാണ്. ശിവങ്കൽ പിൻവിളക്കിൽ എണ്ണ കൊടുക്കുന്നത് നല്ലതാണ്. കിടാവിളക്കിൽ എണ്ണ കൊടുക്കുന്നത് നല്ലതാണ്. ഞായറാഴ്ച ശിവന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. അപ്പം ഞായറാഴ്ച ദിവസം കഴിയുന്നതും ഈ ഞായറാഴ്ച 18-ാം തീയതി 30 ഞായറാഴ്ച എല്ലാവരും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഉണർന്നാൽ ഉടനെ സൂര്യ നമസ്കാരം ചെയ്യുക, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. അതിന് പറ്റാത്തവർ, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാൻ പറ്റായില്ല, സൂര്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പ്രയാസമുണ്ട്. മള്ളിയൂർ, പിന്നെ അടുത്തുള്ള ആദിത്യപുരം ക്ഷേത്രമുണ്ട്, നവഗ്രഹ ക്ഷേത്രങ്ങളെല്ലാം അവിടെയെല്ലാം സൂര്യന് സ്ഥാനമുണ്ട്. അപ്പോൾ തീർച്ചയായും ഞായറാഴ്ച ദിവസം എല്ലാവരും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. ശനിയാഴ്ച പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. ശനിയാഴ്ച 1-ാം തീയതിയാണ്, തീർച്ചയായിട്ടും അന്നും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസങ്ങളിലും സൂര്യഭഗവാനെ, ചിങ്ങമാസം മുഴുവനും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ വഴിപാട് കഴിച്ച് സൂര്യഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആദിത്യൻ്റെ സ്തുതികൾ ഏതെങ്കിലും ചൊല്ലാം. ജയതു ജയതു സൂര്യം സപ്തലോകൈകനാഥം കിരണശമിതഭാവം ക്ലേശദുഃഖസ്യ നാശം അരുണനിഗമഗമ്യം ചാതിമാദിത്യമൂർണം സകലഭുവനവന്ദ്യം ഭാസ്കരം തം നമാമി. സൂര്യഭഗവാനെ ഈ പൊന്നിൻ ചിങ്ങമാസം എല്ലാവർക്കും എല്ലാ സമ്പത്തും ഉണ്ടാവണം,
1200 പുതുവർഷം ഏറ്റവും ശോഭനമായി തീരാൻ ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.